വൈഷ്ണവ് നായർ അഗെയിൻ കമ്മിങ് വിത്ത് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. എന്നും കവിതയൊക്കെയായിട്ടല്ലേ വന്നിരുന്നത്, ഇന്നൊരു കഥയാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. ഈ കഥയുടെ പേര് അച്ഛനും അമ്മയും കല്ലും ഇരുമ്പും അല്ല എന്നാണ്. ഞങ്ങളുടെ വീട്ടിലെ പിങ്ക് സിറ്റിയുടെ കാര്യം. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഫുൾ കാണണം കേട്ടോ. നോക്കി, ഞങ്ങളുടെ വീടിപ്പം പിങ്ക് സിറ്റി ആയി കഴിഞ്ഞു. അപ്പൊ ഇനി കഥ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. കഥയുടെ പേര് അച്ഛനും അമ്മയും കല്ലും ഇരുമ്പും അല്ല. ഇതൊരു ജീവിതഗന്ധിയായ ഒരു കഥയാണ്. ഒരിടത്ത് ബാലനും ഗൗരിയും എന്ന പേരുള്ള ദമ്പതികള് ഒരു കുന്നിൻ ചെരുവില് താമസിച്ചിരുന്നു. വലിയ പരിഷ്കാരമൊന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു അത്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷത്തോളം ആയിട്ടും അവർക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. അവര് പോകാത്ത അമ്പലങ്ങളില്ല, അവര് ചെയ്യാത്ത പൂജകളില്ല, അവര് കാണിക്കാത്ത ഡോക്ടർമാരുമില്ല. അങ്ങനെ അവരുടെ സമ്പത്തും സമയമെല്ലാം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അവർ ചെലവഴിച്ചു. അങ്ങനെ ഇത്രയും ചികിത്സയൊക്കെ ചെയ്തിട്ടും അവർക്കൊരു കുഞ്ഞ് പിറക്കാത്തതുകൊണ്ട് അവർ ചികിത്സ തന്നെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവര് എല്ലാം ദൈവത്തിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവസങ്ങൾ നീക്കി. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുഞ്ഞു പിറന്നു, ഒരു പെൺകുഞ്ഞ്. അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷമായി. അടുത്തുള്ള വീടുകളിലെല്ലാം മധുരവും പലഹാരങ്ങളും ഒക്കെ കൊണ്ടു കൊടുത്തു. അത്രയ്ക്ക് സന്തോഷമായിരുന്നു അവർക്ക്. അവരുടെ മോളെ നല്ല ലാളിച്ചായിരുന്നു അവര് വളർത്തിയത്. അങ്ങനെ കുട്ടി പടിപടിയായിട്ട് വളർന്നു വന്നു. നഴ്സറിയിലൊക്കെ അവളെ ചേർത്തു. അവൾക്കിപ്പം 5 വയസ്സായി. അങ്ങനെ അവൾ നല്ല കുറുമ്പൊക്കെ കാട്ടുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടില് എപ്പോഴും അവളുടെ മുത്തശ്ശി അവളെ കാണാൻ വേണ്ടി വരുമായിരുന്നു. അവൾക്ക് അവളുടെ മുത്തശ്ശി നല്ല ഇഷ്ടമായിരുന്നു. അവളുടെ മുത്തശ്ശി അവൾക്ക് എന്നും ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ അവൾക്ക് കഥ കേൾക്കാൻ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. മുത്തശ്ശി എന്നും വരുമ്പോ അവൾക്ക് ചോറൊക്കെ വാരി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശി പതിവ് പോലെ അവളുടെ വീട്ടിൽ വന്നു. എന്നിട്ട് മോളെ ഇരുത്തി ചോറൊക്കെ വാരി കൊടുക്കുമായിരുന്നു. ചോറ് വാരി കൊടുത്തോണ്ട് മുത്തശ്ശി പറഞ്ഞു, മോളെ ചോറൊക്കെ വേഗം കഴിക്കേ, ചോറൊക്കെ നല്ലോണം കഴിക്കണം, ആഹാരമൊക്കെ നല്ലോണം കഴിക്കണം. ആഹാരമൊക്കെ നല്ലോണം കഴിച്ചാലല്ലേ വലിയ കുട്ടിയാകത്തുള്ളൂ. വലിയ കുട്ടിയായെങ്കിലല്ലേ പഠിച്ചല്ലേ ഉദ്യോഗമൊക്കെ കിട്ടത്തുള്ളൂ. മോക്ക് പഠിച്ച് വലിയ ഉദ്യോഗമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയൊന്നും കാണത്തില്ല. അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴേ നല്ല പ്രായമായി. അച്ഛനും അമ്മയൊന്നും കല്ലുരുമ്പൊന്നും അല്ല എന്ന് മുത്തശ്ശി മോളെടുത്ത് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ആഹാരമൊക്കെ കഴിച്ച് വലിയ മോളാകും, നല്ല ഉദ്യോഗമൊക്കെ വാങ്ങിക്കാൻ മുത്തശ്ശി മോളെടുത്ത് പറയും. അന്ന് മോള് ഒന്നും കഴിച്ചില്ല. അന്ന് മുത്തശ്ശി കുറച്ച് വാരി കൊടുത്ത ആ ഒരു ഇത്തിരി ചോറ് മാത്രമേ അവള് കഴിച്ചുള്ളൂ. പിന്നെ രാത്രി ഡിന്നർ കഴിക്കാറായപ്പോൾ അച്ഛനും അമ്മയൊക്കെ വിളിച്ചു. എന്നിട്ടും അവൾ ആഹാരം ഒന്നും കഴിച്ചില്ല. അച്ഛനും അമ്മയും ആഹാരം നിർബന്ധിച്ചു കൊടുക്കാൻ ചെന്നപ്പോഴും അവള് വയറിൽ വയ്യാന്നും പറഞ്ഞു ഒരിഞ്ഞു മാറി. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അമ്മ ഉണ്ടാക്കി കൊടുത്തത്. എന്നിട്ടും അവളൊന്നും കഴിച്ചില്ല. അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എന്നിട്ടും അവളൊന്നും കഴിച്ചില്ല. അച്ഛനും അമ്മയും നല്ല നിർബന്ധിച്ചു. അങ്ങനെ അവളൊന്നും കഴിക്കാത്തത് കൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ അച്ഛനും അമ്മയും ചേർത്ത് കൊണ്ടുപോയി. അതും വളരെ നിർബന്ധിച്ചിട്ടായിരുന്നു അവളെ കൊണ്ടുപോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാരമില്ല, അത് ആഹാരമൊന്നും കഴിക്കാത്തതിന്റെ ആ ഒരു തളർച്ചയെ കാണുന്നുള്ളൂ. അപ്പം ഒരു ട്രിപ്പൊക്കെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അവൾക്ക് ട്രിപ്പ് ഇട്ടു. അങ്ങനെ അവള് പിന്നെ ആരോഗ്യം വീണ്ടെടുത്തോണ്ട് ഇരുന്നപ്പോൾ ഡോക്ടർ അവളടുത്ത് ചോദിച്ചു, എന്താ മോളെ ആഹാരമൊന്നും കഴിക്കാത്തത്? ആഹാരമൊക്കെ കഴിച്ചില്ലെങ്കിൽ ഇതേണത്തെ അസുഖങ്ങളൊക്കെ വരത്തില്ലേ, അതുകൊണ്ട് ആഹാരമൊക്കെ കഴിക്കേണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞ ആ ഒരു മറുപടി ഇതായിരുന്നു, ഇല്ല, ഞാനിനി ഒന്നും കഴിക്കത്തില്ല.
ഇനി ഞാൻ ആഹാരമൊന്നും കഴിക്കത്തില്ല. ആഹാരമൊക്കെ ഞാൻ കഴിച്ചാൽ ഞാൻ വലിയ കുട്ടിയായി പോകും. ഞാൻ വലിയ കുട്ടിയായി പോകുമ്പോ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകത്തില്ലേ? അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകുന്നോണ്ട് ഞാനിനി ഒന്നും കഴിക്കത്തില്ല. എനിക്കിനി വലിയ കുട്ടി ആവണ്ട എന്നതായിരുന്നു അവളുടെ ആ നിഷ്കളങ്കമായ മറുപടി. അപ്പം ഈ നിഷ്കളങ്കമായ മറുപടിയിലൂടെ ഈ കഥ അവസാനിക്കുകയാണ്. അപ്പൊ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കുട്ടിക്ക് അച്ഛനും അമ്മയുടെ അടുത്തുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ചും ആ ഒരു ക്ലോസ് ബോണ്ട് റിലേഷൻഷിപ്പിനെയും കുറിച്ചാണ്. അപ്പം എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരുടെ അടുത്തേക്കും ഈ കഥ എത്തണം. അതിനുവേണ്ടി ഈ വീഡിയോ എല്ലാവരുടെ അടുത്തേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഈ കഥയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇനിയും നല്ല ആഡ് പോൾ കഥകളുമായിട്ട് ഉടനെ വരാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ആഡ് പോൾ എന്താണ്? ആഡ് പോൾ എന്ന് വെച്ചാൽ അടിപൊളി. അപ്പോൾ അടിപൊളി കഥകളുമായിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.